നമസ്കാരം, കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അർജുൻ, അതേപോലെ തന്നെ മനാഫ്, അർജുൻ്റെ കുടുംബം, ഈ ഒരു ഇഷ്യൂ ഇന്നലത്തോടെ കേരളം വിട്ട കേസാണ്. കാരണം ഇന്നലെ എല്ലാം പറഞ്ഞ് സോൾവ് ആക്കിയിട്ടുണ്ട്, കോംപ്ലിമെൻറ്റ്സ് ആയി ഇന്നലെ എല്ലാം. പക്ഷേ ചില ചാണകങ്ങൾക്ക് അത് വിടാൻ താല്പര്യമില്ല. കാരണം എതിർവശത്ത് നിൽക്കുന്നത് മനാഫ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ആയതുകൊണ്ട് ചാണകങ്ങൾക്ക് ഇത് വിടാൻ താല്പര്യമില്ല. കേരളം മറന്നു ഈ ഒരു ഇഷ്യൂ. കേരളം ഇന്നലത്തോടു കൂടി ഈ ഒരു ഇഷ്യൂ ഇന്നലെ മറന്നു കഴിഞ്ഞു. പക്ഷെ ചാണകം എങ്ങനെ കൊട്ടയിൽ ചുമന്നുകൊണ്ട് നടക്കുമോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ മനാഫിൻ്റെ ഇഷ്യൂ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്. തലയിൽ ചാണകവും കൊട്ടയ്ക്കകത്തും ചാണകം, മനസ്സിലാക്കണം. അപ്പോൾ ഒരു മൂത്ത സംഘി ലക്ഷ്മി കണ്ണത്ത് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. മലപ്പുറം മനാഫ്. എടേ, ഈ മനാഫ് എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ നീ മലപ്പുറം ചേർത്ത് എഴുതുന്നത്? അതിൽ തന്നെ ഉണ്ട് ചാണകങ്ങളുടെ ചൊറിച്ചിൽ. മലപ്പുറം മനാഫ് മഹാനായ മതേതരൻ 4-1 ബീവിയാക്കാൻ നടത്തിയ ശ്രമം ആയിരുന്നു ആ പിതാവ് നഷ്ടപ്പെട്ട മകനെ 4ാമത്തെ മകനാക്കുമെന്നുള്ള നിഷ്കളങ്കമായ പ്രസ്താവന. എടേ, നിനക്കൊക്കെ വല്ല ഞാനൊന്നും പറയുന്നില്ല, കയറി ഇറങ്ങാൻ നോക്ക് ചൊറിച്ചിലാണെന്നുണ്ടെങ്കിൽ. എങ്ങനെയാണ് നിനക്കൊക്കെ ഇങ്ങനെ പറയാൻ തോന്നുന്നത്? ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കാനൊക്കെ എങ്ങനെ തോന്നുന്നത്? അറിയാൻ മേലാണ്ട് ചോദിക്കണം. എല്ലാ മുസ്ലിമുകളും അങ്ങനെയാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ലക്ഷ്മി കോണാത്തിൽ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? ഓരോരോ കോണച്ച പോസ്റ്റ് ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. ഞാൻ പറയില്ലേ, സംഘികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ കണ്ടു കഴിഞ്ഞാൽ ചൊറിച്ചിൽ കൂടും. ഈ ചൊറിച്ചിലിന് ഒരേ ഒരു മരുന്നുള്ളൂ, നല്ല പെട, അല്ലെങ്കിൽ ചില മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുക. അപ്പോൾ ആ ഒരു ചൊറിച്ചിലിന് ചെറിയൊരു സമാധാനം ഉണ്ടാവും. എന്നിട്ടും ചൊറിയുകയാണെന്നുണ്ടെങ്കിൽ നോ രക്ഷ. ഈ തലയ്ക്കകത്ത് ചാണകം ചുമന്നുകൊണ്ട് നടന്നാൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടാനേ പറ്റത്തുള്ളൂ. ആ പാവം അർജുൻ മരണപ്പെട്ടു. ആ പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കാൻ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് തോന്നുന്നത്? ലക്ഷ്മി ഞാനൊന്ന് പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോവും. ഈ ഒരു പോസ്റ്റ് വായിച്ചപ്പോൾ അതാണ് എനിക്ക് തോന്നിയത്. പച്ചത്തെറി പറയാനാണ് തോന്നുന്നത്, പച്ചത്തെറി. ഇനി നിങ്ങളുടെ ഒരു മൂത്ത സംഗണിച്ചുണ്ടല്ലോ, ഇനി അവൾ എഴുതി പിടിപ്പിച്ചതാണ് വിഷകല ടീച്ചർ. മഹാനായ അക്ബറെ പോലും തികച്ചും മതേതരനാണത്രേ നമ്മുടെ പുത്തൻ നന്മമരം മനാഫ്. അത്തോളി സ്വദേശിനി രമ്യ നായരാണത്രേ പുള്ളിയുടെ ബീവി. മനസ്സിലാവണ്ടല്ലോ അല്ലേ? ലോറിയുടെ പേര് മാറ്റണം എന്ന് മോഹിച്ച പോലെ രമ്യയുടെ പേര് മാറ്റി തട്ടത്തിൻ മറയത്ത് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ എഴുതി പിടിപ്പിക്കാൻ തോന്നുന്നത്? വിഷകാല ടീച്ചറെ അറിയാൻ മേലാണ്ട് ചോദിക്കണം, എങ്ങനെ എഴുതി പിടിപ്പിക്കാൻ തോന്നുന്നത്? ഹിന്ദുക്കളോട് ഇത്രയും സ്നേഹമുള്ള നന്മമരത്തെ പഴി പറയുന്ന സംഘികളെ വെളിച്ചത്ത് ചോറ് കൊടുത്ത് ഇരുട്ടത്ത് കിടത്തി ഉറക്കണം. അല്ല പിന്നെ നിങ്ങൾ പച്ച മനുഷ്യൻ തന്നെ പുള്ളേ. എൻ്റെ പൊന്നു ടീച്ചറെ, ഇതിനും മാത്രം വിഷം നിങ്ങളുടെ എവിടെ ഇരിക്കണം? നിങ്ങൾക്ക് ആരോ കണ്ടറിഞ്ഞിട്ട പേരാണ് വിഷക്കാല ടീച്ചർ. സമ്മതിക്കണം. ഒരു മനുഷ്യൻ മരണപ്പെട്ട് അത് എന്താ പറയുക, ഒരു ദാരുണാന്ത്യം. അദ്ദേഹത്തെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ ബോഡി മാത്രം നമുക്ക് തിരിച്ചു കിട്ടി. അത് അടക്കി ദിവസങ്ങളായിട്ടില്ല. വിഷം ചീറ്റുന്ന നാറികളെ അറിയാമല്ലാണ്ട് ചോദിക്കുന്ന വിഷം ചീറ്റുന്ന നാറികളെ. ഇതൊക്കെ നിൻ്റെ വീട്ടിലാണ് ഇതൊക്കെ സംഭവിക്കണേ, നീ ഇതേപോലെ പോസ്റ്റ് എഴുതുമോ? അറിയാമല്ലാണ്ട് ചോദിക്കുകയാണ്, നിൻ്റെ വീട്ടിലാണ് ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നീയൊക്കെ പോസ്റ്റ് എഴുതുമോ? വിഷകലമേ. ഓരോരോ കൊണച്ച പോസ്റ്റും കൊണ്ട് ഇറങ്ങിയേക്കോ, കൊണച്ച സംഘികളും. എത്ര എണ്ണം യൂട്യൂബിൽ വന്നിട്ട് കൊണ എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നത്.
ആ അർജുൻ്റെ ഭാര്യ, കുട്ടി, ഈ ഭാര്യയും കുട്ടിയെയും വെച്ചിട്ട് ഇങ്ങനെ പോസ്റ്റ് ഇടാനായിട്ട് നിനക്കൊക്കെ എന്ത്? ഞാനൊന്നും പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ വല്ലതും തോന്നുവാണെങ്കിൽ ആ മരത്തിൻ്റെ മേളിൽ താഴത്തേക്ക് ഇറങ്ങ്, മാറട്ടെ ആ ചൊറിച്ചിൽ. ചില ആളുകളെ കാണുമ്പോൾ ഈ സംഘികൾക്കുള്ള ചൊറിച്ചിലാണിത്. ചൊറിച്ചിൽ. മനാഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 72 ദിവസത്തോളം അവിടെ നിന്ന് ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ അവരുടെ അമ്മയുടെ അടുത്തും സഹോദരങ്ങളുടെ അടുത്ത് എത്തിച്ചപ്പോൾ അതിന് കിട്ടിയിട്ടുള്ള പ്രതിഫലം സംഘികളുടെ ചൊറിച്ചിൽ. നല്ലൊരു ടൈറ്റിലാണ്, സംഘികളുടെ ചൊറിച്ചിൽ. ഒരു സിനിമയ്ക്കൊരു വകയുണ്ട്. ചൊറിഞ്ഞ് ഈ എങ്ങാടാണ് ചൊറിഞ്ഞ് കയറണത്? ലക്ഷ്മി കോണാത്തിലും അതേപോലെ വേഷകാല ടീച്ചറും അവരുടെയൊക്കെ ഓരോ കോണാത്തിലെ പോസ്റ്റും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇങ്ങനെയൊക്കെ വിഷം ചീറ്റുന്നവർ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പറ. ഇനി ഞാൻ അധികമൊന്നും സംസാരിക്കുന്നില്ല, സംസാരിച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോകും. അപ്പോൾ ഓക്കെ, ബൈ.